ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലും വെറ്റിനറി ഹോസ്പിറ്റലിലും എല്ലാം പോയി എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ ആ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് പോകുന്നത് കാര്യമെല്ലാം നടക്കുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. കാരണം അത്രയ്ക്ക് നല്ല ദിവസമായിരുന്നു. രാവിലെ പോയപ്പോൾ തന്നെ ഒരു കിടിലം കാഴ്ച കണ്ട് കുറേ കാക്കകൾ പറക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ചുമ്മാ മുകളിലോട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ നോക്കിയപ്പോൾ കാണാൻ ഇങ്ങനെ ഒരു കൂട്ടം കാക്കകൾ ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അത് പെട്ടെന്ന് ഫോൺ ഓണാക്കി ക്യാമറയിൽ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഇത്ര കൂട്ടം കൂടി പോകുന്ന അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ പോയപ്പോഴത്തേക്ക് നമുക്ക് ബസ് ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേക്കും ഒരു ബസ് കിട്ടി. അങ്ങനെ ആ ബസ്സിൽ കയറി ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അഞ്ചൽ പോകേണ്ടി വന്നു. അവിടെ മാത്രമേ നമുക്ക് ലേഡി ഡോക്ടറിൻ്റെ തന്നെ വേണം. അങ്ങനെ നമുക്ക് അവിടെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പുല്ലൂത്തിരക്കിയപ്പോൾ അവിടെ ഇല്ല. ലേഡി ഡോക്ടർ മാത്രം നല്ല ഒരു സർജനോ അങ്ങനെ എന്തെങ്കിലും ഒരു പവറുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് അഞ്ചൽ മാത്രമാണ്. പിന്നെ അഞ്ചൽ പോയി. അങ്ങനെ അഞ്ചൽ പോയി കഴിഞ്ഞിട്ടാണ് പിന്നുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അഞ്ചൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഡെയിലി കോളേജിൽ വരുമ്പം ഈ ഹോസ്പിറ്റലിൽ കാണുമെങ്കിലും ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. കാരണം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നറിയാം. പക്ഷേ അത് പോയിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് തന്നെ ആയിരിക്കുമോ അതോ ഇനി അപ്പുറത്തെങ്ങാണോ ആയിരിക്കും. കാരണം അഞ്ചലൊരു ഹോസ്പിറ്റലിലാണ് ഈ ഡോക്ടർ ഉള്ളതെന്ന് അറിയാം. കറക്റ്റ് ചെയ്ത് ഹോസ്പിറ്റലാണെന്ന് അറിയാത്തൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, പോയി നോക്കാമെന്ന് കരുതി ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എൻ്റെ കൂടെ വരുന്ന അമ്മാമ്മ തന്നെയാട്ടോ. ഇന്ന് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ദേ കോളേജിൽ പോയി. അപ്പായിക്കും കടയിൽ പോകേണ്ട കാരണം കൊണ്ട് അപ്പായി വന്നില്ല. ഞാൻ ആദ്യം കരുതി ഒറ്റയ്ക്ക് പോകുന്നു. പിന്നെ എനിക്കൊരു ചെറിയ പേടി പോലെ, ഇനി എന്തായാലും അവരുടെ കയ്യിൽ നിന്നൊക്കെ എഴുതി വാങ്ങിക്കണമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കൂടെ ഒരാളുള്ള നല്ല വെച്ചാൽ അമ്മാമയും കൊണ്ട് പോയി. ബട്ട് അമ്മാമയെ കൊണ്ടുപോയത് എന്തായാലും കാര്യമായി. ചെന്ന ഉടനെ തന്നെ OP ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഡോക്ടറുണ്ട്. അപ്പോൾ തന്നെ ഒരു സമാധാനമായി. കാരണം ഇവിടേക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ നെറ്റിലൊക്കെ നോക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ വലിയ കാര്യത്തിൽ OP ടിക്കറ്റൊക്കെ എടുത്ത് പോയി നോക്കിയപ്പോൾ ഡോക്ടറെ അവിടെ കണ്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ ചെന്ന് വെച്ചു പറഞ്ഞു ഓഫീസിലുണ്ട്, ഓഫീസിൽ പോയി നോക്കിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു. അപ്പം കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു. അപ്പോൾ നമ്മൾ പോയി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നു. കണ്ണ് ടെസ്റ്റ് ചെയ്ത് വന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ നമ്മളെ കൊണ്ട് അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അരമണിക്കൂറല്ല, 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്ലഡ് കൂടി ടെസ്റ്റ് ചെയ്യണം എന്ന്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്തായാലും 1 മണിക്കൂറോളം എടുക്കുമല്ലോ. ഞാനാണെങ്കിൽ രാവിലെ കഴിക്കുക കൂടി ചെയ്യാതെ വന്നത്. കാരണം ഇത് പെട്ടെന്ന് കിട്ടിയിട്ട് വേണം ഇനി ബാങ്കിൽ പോകണം, അക്ഷയയിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ കിടക്കും. അപ്പം ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് കിട്ടി റിസൾട്ട് കിട്ടിയിട്ടും എന്നെക്കൊണ്ട് അവർ 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ റിസൾട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പറയാം ഹൈറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹൈറ്റ് ഇത്രയാണെന്ന് പറഞ്ഞു. പോരാ, പോയി നോക്കിയിട്ട് വരണം എന്ന്. അങ്ങനെ ഞാൻ പോയി നോക്കി. എന്നെക്കൊണ്ട് 2-3 തവണയായിട്ട് ഇതെല്ലാം ഒരു വട്ടം പറയുകയാണെങ്കിൽ എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ട് കൊടുത്തേനെ. ഇതല്ല, ഓരോ കാര്യം ചെയ്തിട്ട് വരും, പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിക്കും, വീണ്ടും ചെയ്തിട്ട് വരും, പിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് എന്നിട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസും ചോദിച്ച് വാങ്ങിച്ചു. എന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. രാവിലെ പോയ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് വൈകിട്ട് 3 മണിക്ക് എന്തോ, രാവിലെ ഇവിടുന്ന് എനിക്ക് 9 മണിക്ക് എന്തോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് വരുന്നത് 3 മണിക്കാണ്. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ആ രാവിലത്തെ വിശപ്പ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാങ്കിൽ പോകണം, അക്ഷയയിൽ പോകണം. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വൈകിട്ട് നല്ല ലേറ്റ് ആവും എന്നറിയാം. അതുകൊണ്ട് നമ്മളൊരു ലൈമും ഒരു പപ്സും കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വന്നപ്പോൾ തന്നെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. അതിൽ തന്നെ കയറി ഇനി നേരെ ബാങ്കിലേക്ക് പോകണം. ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് ബാങ്കിലെ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ ബാങ്ക് 5 മണി വരെ അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ. അതില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യാത്ര ഭയങ്കര ഫ്ലോപ്പായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ വലിയ കാര്യത്തിൽ ഒഴുകി പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോഴത്തേക്കെല്ലാം എഴുതി തരും. ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ടെസ്റ്റ് ചെയ്യണം എന്നറിയാം. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി. ഐ ടെസ്റ്റിൻ്റെ ആയിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ചെന്നപ്പോഴേ പറഞ്ഞു ഐ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. അപ്പം ഐ ടെസ്റ്റ് മാത്രമല്ല ഉള്ളൂ, ഇപ്പോൾ വേഗം കഴിയും എന്ന് വെറുതെ വലിയ കാര്യത്തിൽ ഇപ്പോൾ ഐ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് പറയാം അല്ല ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന്. അങ്ങനെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ്. കാരണം ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇവരെന്നെക്കൊണ്ട് 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെന്തോ മീറ്റിങ്ങിലിരിക്കുകയായിരുന്നു. മീറ്റിങ്ങിലിരുന്നാലും കുറച്ച് 1-2 പേരെ ഞാൻ അകത്ത് കയറ്റി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഫൈൻ, അത് അവർക്ക് അറിയുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. ആ സന്തോഷത്തിൽ ഞാൻ പോവായിരുന്നു. അപ്പം എനിക്കിങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പം ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ പണ്ട് കോളേജിൽ പോയപ്പോഴുള്ള മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഡെയിലി ഈ വഴിയല്ല ഞാൻ കോളേജിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ മെമ്മറീസ് ആയിരിക്കും. കാരണം കോളേജിൽ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് കാണും, അഞ്ജനയും കൃപയും. ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരിക്കും കോളേജിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ആ മെമ്മറീസൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ബസ്സിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്നതും ഓരോ സ്ഥലം കാണുമ്പം ഓരോ കടകളുടെ പേരൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നതും, ചില കടകളുടെ പേര് നമ്മുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ വരുമല്ലോ. അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാങ്കിലോട്ടാട്ടോ പോയത്. ബാങ്കിൽ പോയി അവിടുത്തെ കാര്യമെല്ലാം ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അക്ഷയയിലോട്ട് വന്നു. അക്ഷയയിൽ വന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ അവർ കഴിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം എത്തിയപ്പം ഞാൻ പോയി എനിക്കിതാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറയാം സൈറ്റ് കിട്ടുന്നില്ല. അവിടെയും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് വെറുതെ ആയിപ്പോയി. അങ്ങനെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരുടെയും തെറ്റല്ല എൻ്റെയും തെറ്റല്ല, സൈറ്റ് കിട്ടാത്തതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോവാം, ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി വീട്ടിൽ പോകാൻ നല്ല രീതിക്ക് വന്നു. അങ്ങനെ ആപ്പിളും പിന്നെ ഒരു കുട്ടി ജ്യൂസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇറങ്ങി ഇന്നത്തെ കാര്യം ഒന്നും നടന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വഴി കൂടെങ്കിലും പോകാമെന്ന്. ഞാൻ ഇന്ന് പോകുന്നത് ഒരു വയലിനിടയ്ക്കൂടെയുള്ള വഴിയാണ്. നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. പണ്ട് കുറേ നാൾ മുൻപ് വരെ അതിലേക്കൂടെയൊക്കെ പോകുമായിരുന്നു. ഡെയിലി അങ്ങനെ പോകുന്നല്ല, വല്ലപ്പോഴും ഒക്കെ പോകും. ഈ അമ്പലത്തിൽ ഉത്സവം വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ നടക്കാൻ നമുക്ക് തോന്നുന്ന സമയങ്ങളൊക്കെ കാണത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ വരും. പിന്നെ വയലിൽ നമ്മൾ കണ്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് ആ വഴിയായിരിക്കും വരുന്നത്. അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ആ വഴിയിൽ വരും. ബട്ട് ആ വഴി ഭയങ്കര രസമാണ് പോകാനും വരാനും ഒക്കെ. പണ്ട് കൊച്ചിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ മാത്രമേ ആ സ്ഥലത്തൂടെ അങ്ങനെ പോകാറുള്ളൂ. കൂടുതലങ്ങനെ റോഡുണ്ടായത് കൊണ്ട് അതിലേക്കൂടെ പോവുക ചെയ്യുക. ഈ വയലിലൂടെയുള്ള വഴിയിൽ അങ്ങനെ പോകാറില്ല. പിന്നെ ഒറ്റയ്ക്കൊക്കെ ആകുമ്പം നമ്മൾ തീരെ പോകത്തില്ല, കാരണം പേടിയാവും കുറച്ച്. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പേടിയാവും. അതുകൊണ്ട് അങ്ങനെ ആ വഴി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇന്ന് വിചാരിച്ചു ഞാനും അമ്മാമ്മയും ഉണ്ടല്ലോ, അപ്പോൾ ആ വഴി പോകാമെന്ന്. അപ്പോൾ വേറൊരു ആൻറ്റിയും കണ്ടു. അപ്പോൾ ആൻറ്റിയും പറഞ്ഞു എങ്കിൽ നമുക്ക് ഇന്ന് ഇതിലേക്കൂടെ തന്നെ പോകാം. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ വയലിനകത്തുള്ള വഴിയിലാട്ടോ പോകുന്നത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ വഴികളിലൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും കൃഷികളും അങ്ങനെ ഇങ്ങനെയായിട്ട്. കുറേ ഭാഗത്തൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇട്ടിരിക്കുക. കാരണം വെള്ളം ഒന്നും ചില ഭാഗത്തേക്ക് അങ്ങനെ കിട്ടുന്നില്ല. തോടൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ ഇട്ടേക്കുക കുറച്ച് ഭാഗത്തൊക്കെ. ഇത് കണ്ടില്ല, തോടിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാണ്, പക്ഷെ അവിടെയെങ്കിലും വെള്ളമില്ല. ഏതൊക്കെയോ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങിക്കിടക്കുകയൊക്കെ. അപ്പം ആരും പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരിതില്ലാതെ കിടക്കുക. എല്ലാവരും കണ്ടൊക്കെ വെറുതെ ഇട്ടേക്കുന്നു. കുറേ ഭാഗത്ത് കുറേ പേര് വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ഇതിലേ കൂടെ പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ റോഡിലൂടെ നടക്കുമ്പം നല്ല ദൂരമുണ്ട്, പക്ഷേ ഈ വയലിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തും. ബട്ട് ആരും അധികം അങ്ങനെ ഈ വഴിയിലൂടെ നടന്ന് പോകാറില്ല. പണ്ട് വണ്ടിയൊക്കെ കുറവുള്ള സമയത്ത് എല്ലാവരും ഇങ്ങനെ ഈ വഴിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വണ്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ വഴി അങ്ങനെ യൂസ് ചെയ്യാതായി. എങ്കിലും കുറച്ച് ഇവിടെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ ഈ വഴി യൂസ് ചെയ്യാറുണ്ട്. എന്നാലും കൂടുതലും റോഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പം ഈ വഴി അങ്ങനെ എപ്പോഴും പോകാത്തത് കൊണ്ട് തന്നെ ഈ ഇതിലേക്കൂടെ നടന്ന് പോകാൻ വേണ്ടി നല്ല രസമാണ്. കിളികളും ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് നടന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നു ആ സമയത്ത് ആ ഒരു പ്രത്യേക ഒരു ഭംഗിയില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ഭാഗം ഇങ്ങനെ വെറുതെ കിടക്കുക, ആരും ഒന്നും കൃഷിയൊന്നും ചെയ്യാതെ അങ്ങനെ വെറുതെ കിടക്കുക. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, പണ്ട് ഇവിടെ ഫുൾ നെൽപ്പാടമായിരുന്നു, എല്ലാവരും നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ വാഴക്കൃഷി പിന്നെ ചെറിയ രീതിക്കുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും റബ്ബർ കുറച്ച് മുകളിലോട്ടായിട്ട് പിന്നെ ഫുൾ റബ്ബേഴ്സാണ്. പിന്നെ ഇത്രയും ഭാഗത്ത് അങ്ങനെ റബ്ബറുകളൊന്നുമില്ല. വാഴ, ചേമ്പ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ റബ്ബേഴ്സാണ്. പിന്നെ അയ്യം ഫുള്ള് റബ്ബറുകളാണ്. പണ്ട് ഈ സ്ഥലം ഫുള്ള് നെൽകൃഷിയായിരുന്നു. അന്നൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വെള്ളം അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ അല്ലെങ്കിലും നെൽകൃഷിയൊക്കെ അന്ന് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് നിർത്തിയായിരുന്നു. ഇത് ഇങ്ങോട്ട് നോക്കി എനിക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വനത്തിലൂടെ പോകുന്ന ഒരു ഫീലാണേ. അത്രയ്ക്ക് നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയണേ. കുറച്ചുകൂടെ അതേ കണ്ടോ, ഇവിടെയൊക്കെ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ലുക്കില്ലേ, നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഫസ്റ്റ് ടൈം അത് കണ്ടപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് കുരുമുളകില്ലേ, കുരുമുളക് പടർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പല്ല ശരിക്കും, അതൊരു പൈപ്പ് കണക്ക് കുത്തി നിർത്തിയേക്കുക. എനിക്കത് കുറച്ച് നേരം കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് അതിൻ്റെ ആണെന്ന്. ഇങ്ങനെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ അത് കണ്ടുള്ളൂ, വേറെ എങ്ങും അതേപോലെ ചെയ്തേക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരാളുടെ സ്ഥലത്ത് മാത്രം അങ്ങനെ ചെയ്തേക്കായിരിക്കും. ബാക്കി കുറേ ഭാഗം വെറുതെ കിടക്കും. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് റബ്ബേഴ്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ഈ പൈപ്പില്ലേ, അത് കുത്തി നിർത്തിയേക്കുന്നതാണ്. ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ഗ്രീൻ പാടത്ത് ഒരു വൈറ്റ് കളർ ഇങ്ങനെ നിൽക്കുമ്പം നോക്കാൻ ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചത് ഞാൻ ഇന്ന് പോകുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമായിരിക്കും എന്ന്. അതിൽ ഞാൻ കുറച്ച് ടഫായിട്ട് വെച്ചിരുന്ന കാര്യമാണ് ഈ സൈൻ കിട്ടുക എന്നുള്ളതും ബാങ്കിൽ പോയി ശരിയാക്കുക എന്നുള്ളതും. ബട്ട് അത് രണ്ടും നടന്നു. ഞാൻ സിമ്പിളായിട്ട് നടക്കുമെന്ന് വിചാരിച്ച കാര്യം മാത്രം നടന്നില്ല. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാൻ എല്ലാ കാര്യവും ഇതേപോലെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ നടക്കുമെന്ന് വിചാരിച്ച് പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. എങ്കിൽ ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ബട്ട് എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഒരു തൃശ്ശൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി, പക്ഷേ ഇനി എനിക്ക് പോകേണ്ടി വരും എന്ന്. ബട്ട്
ഞാൻ നടക്കുമെന്ന് വിചാരിച്ച കാര്യമാണ്, ഞാൻ പറഞ്ഞില്ലേ നടക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫ്ലോപ്പായി നടക്കാതെ പോകുന്നു. ആ ട്രിപ്പും ചെറിയ രീതിക്കൊന്ന് ക്യാൻസലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും നിങ്ങളുടെ കാര്യം പറയാതിരുന്നത് നല്ലതായെന്ന് തോന്നില്ലേ. പക്ഷേ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു ഹോപ്പ് വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ട്രിപ്പ് ക്യാൻസലാക്കേണ്ട ചാൻസ് വരില്ല, ചിലപ്പോൾ ഇനിയും അത് പോകേണ്ടി വരുമായിരിക്കും എന്നൊരു കാര്യം ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിടപ്പുണ്ട്. കൺഫേം ആക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ലൈഫിൽ പോകുന്നതെല്ലാം ഇങ്ങനെ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റാത്ത രീതിക്കെല്ലാം പോകുന്നത്. ഇപ്പം നടക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഇതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ച് എന്താ ഇങ്ങനെ പുക വരുന്നത്, പിന്നെയായിട്ട് മനസ്സിലായി അവിടെ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്ന്. അങ്ങനെ ഇനി പോകുന്ന ഭാഗത്ത് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ കൊച്ചിലെ എനിക്ക് തോന്നുന്നു ഞാനൊരു 4-ലോ 5-ലോ ഒക്കെ പഠിക്കുമ്പം ഉണ്ടായ ഒരു അനുഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനും അമ്മാമ്മയും അപ്പൂപ്പൻ എന്ന് പറയുമ്പം അച്ഛൻ്റെ അമ്മയും അച്ഛനും. അപ്പം ഞങ്ങളിങ്ങനെ വയലിൽ പോകും. അന്നിവിടെ ഇങ്ങനെ നെൽപ്പാടവും അല്ലാത്ത കൃഷികളും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പശുവുണ്ട്. അപ്പം പശുവിനെ കൊണ്ട് അപ്പൂപ്പൻ ബാക്കിൽ വരും, ഞാനും അമ്മാമ്മയും കൂടെ കണ്ടത്തിലൊക്കെ പോയി അപ്പൂപ്പൻ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും. അപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ കയ്യിലിങ്ങനെ ഒരു കുറേ സാധനമൊക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ പച്ചക്കറി പറിച്ചത് കാണുമായിരിക്കും, പിന്നെ അവിടെ അപ്പൂപ്പന് വെള്ളം കൊണ്ടുപോയ പാത്രം കാണുമായിരിക്കും. അങ്ങനെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വരിക. ഞാനും അമ്മാമ്മയും ഫ്രണ്ടിൽ നടന്നു വന്നു. അപ്പം പശുവിനെ കൊണ്ട് പുറകെ പകുതി എത്തിയപ്പോൾ കാണാൻ പശു അമ്മാമ്മയെ കുത്തിയിട്ടു. നോക്കിക്കാണാൻ അമ്മാമ്മ മുകളിൽ നിന്ന് താഴെ ആ കണ്ടത്തിൽ നിന്ന് വീണു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി. കാരണം പശു ഇങ്ങനെ കുത്തിയിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ളതാ, നമ്മൾ അതേപോലെ നോക്കില്ല. അപ്പം ഇതിങ്ങനെ കുത്തിയിടുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മാമ്മ താഴെ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് കുഴപ്പമൊന്നും പറ്റില്ല. അന്ന് തൊട്ട് എനിക്ക് ആ പശുവിനെ ഭയങ്കര പേടിയാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പശുവിനെ കൊടുത്തു. കാരണം പിന്നെ ആ പശുവിനെ കൊണ്ട് എവിടെ പോയാൽ ഞാൻ പിന്നെ പശുവിനെ തൊടത്തില്ല, പശുവിൻ്റെ അടുത്ത് പോകത്തില്ല. അന്ന് തൊട്ട് ഞാൻ പശുവിനെ പേടിച്ചതാണ്. അതേ കണ്ടോ, ഈ ഭാഗത്ത് വെച്ചിട്ടാണ് തള്ളിയിട്ടത്. കാരണം ഇവിടെ അന്ന് കുറച്ചും കൂടെ വീതി ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലോട്ട് അന്ന് ആ സൈഡിൽ കാണുന്ന തോട് പോലെയൊന്നും അല്ലായിരുന്നു. അന്ന് നടക്കാനും ഒരു പശുവിനൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം സ്ഥലം വേണമല്ലോ, അത്രയും സ്ഥലമുള്ള ഭാഗമായിരുന്നു. ഇപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോയി. പിന്നെ ആരും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഈ വഴി വന്നപ്പം എനിക്ക് ആ മെമ്മറീസായിട്ട് ഓർമ്മ വന്നത്, അന്ന് പശു തള്ളി താഴെ ഇട്ടതും ഞാൻ കരഞ്ഞതും പിന്നെ മാറി നിന്ന് പിന്നെ പശുവിനെ ആദ്യം കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ പുറകെ പോയി. അയ്യോ എന്ത് രസമായിരുന്നു അന്നൊക്കെ. തള്ളിയിട്ടൊന്നുമല്ല കേട്ടോ, ആ സമയം എന്ത് രസമായിരുന്നു. കാരണം അന്ന് ഇങ്ങനെയൊന്നുമല്ല, അവിടെ ഫുള്ള് കൃഷികളും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളും. അന്നിങ്ങനെ പോകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. കാരണം ഇതേപോലെ എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വരും, സംസാരിച്ചുകൊണ്ടൊക്കെ ചെയ്യും. നല്ല രസമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം എല്ലാം കണ്ടില്ലേ, വെറുതെ കിടക്കുക, ആരും ഒന്നും ചെയ്യുന്നുമില്ല. അങ്ങനെ വയൽ വഴി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചുകൂടെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്താൻ പറ്റും. കൂടുതലും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഈ വഴി കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത് വീട്ടിലോട്ട്. അങ്ങനെ ഇനി വഴി ചെന്നെത്തി. ഇനി വീട്ടിലേക്ക് എത്താൻ അധികം ദൂരമൊന്നുമില്ല. ഇനി 2-3 സ്റ്റെപ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തും. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതാണ് കേട്ടോ നാഷിദിൻ്റെ വീട്. നിങ്ങൾ നാഷിദിൻ്റെ വീട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നാഷിദിൻ്റെ വീട് കഴിഞ്ഞിട്ട് 2 വീട് കഴിയുമ്പോൾ എൻ്റെ വീട് കണ്ടില്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂട്ടി നിർത്തിയിട്ടുണ്ടല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എൻ്റെ വീട്. അപ്പം എല്ലാവരുടെയും കൺഫ്യൂഷനും ഡൗട്ട്സും ഒക്കെ തീർന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അപ്പം ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.